ഈശോയിലാണ് എന്റെ പ്രത്യാശ. ആഗോളസഭ 2025 ജൂബിലി വർഷമായി ആചരിക്കുകയാണ്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നതാണ് ഈ ജൂബിലി വർഷത്തിന്റെ ആപ്തവാക്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്തത്. ആ ആപ്തവാക്യത്തിന്റെ ചുവട് പിടിച്ചാണ് എറണാകുളം അങ്കമാലി അതിരൂപത 2025-26 വിശ്വാസ പരിശീലന വർഷം ഈശോയിലാണ് എന്റെ പ്രത്യാശ എന്ന ആപ്തവാക്യം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആപ്തവാക്യത്തിന്റെ ആവിഷ്കാരവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും കൂട്ടുകാർ. തിരമാലകൾ തിരമാലകൾ ഈ ലോക ജീവിതത്തെയും മനുഷ്യന്റെ പ്രതികൂല സാഹചര്യങ്ങളെയും സൂചിപ്പിക്കും. തിരമാലയിൽ കാണുന്ന വസ്തുക്കൾ, തിരമാലകളോട് ചേർന്ന് കിടക്കുന്ന അനുബന്ധ വസ്തുക്കൾ മനുഷ്യ ജീവിതത്തെ നിരാശയുടെയും തകർച്ചയുടെയും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ലഹരി വസ്തുക്കളെയും അമിത ഉപയോഗത്താൽ മനുഷ്യനെ ആസക്തിയിലാഴ്ത്തുന്ന ഇന്റർനെറ്റിനെയും സാമൂഹ്യ മാധ്യമങ്ങളെയും സൂചിപ്പിക്കുന്നു. ഉയർത്തിപ്പിടിച്ച കരങ്ങൾ, എന്നും ദൈവത്തിലേക്ക് ഉയരേണ്ട പ്രാർത്ഥനയുടെ കൈകൾ. യഥാർത്ഥ സന്തോഷം ഈശോയിലാണെന്ന തിരിച്ചറിവിൽ തകർച്ചകളിലും ആസക്തികളിലും പ്രത്യാശയോടെ ഈശോയെ വിളിച്ചപേക്ഷിക്കണം. തുറന്നിരിക്കുന്ന കണ്ണുകൾ, പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായ ദൈവവചനത്തിന്റെ വായനയിലൂടെയും ധ്യാനത്തിലൂടെയും നാം ഈശോയിലെത്തണം. ഗോതമ്പും കതിരും അപ്പവും മുന്തിരിയും കാസയും പ്രത്യാശയുടെ സ്രോതസ്സാണ് കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാന. അനുദിനം ബലിയർപ്പണത്തിലൂടെ നാം രക്ഷകനായ ഈശോയെ കണ്ടെത്തണം. ക്രാവ്, യുദ്ധങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഈ ലോകത്ത് ഈശോയാണ് സമാധാനത്തിന്റെ ദൂതൻ. നാം എല്ലാവരും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവാഹകരാണ്. പുഞ്ചിരിക്കുന്ന ഈശോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്ന ഈശോ ജീവിതത്തിൽ തകർന്നവർക്കും വിവിധ ആസക്തികൾക്ക് അടിമകളായവർക്കും ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ട് നിരാശയിലകപ്പെട്ടവർക്കും പ്രത്യാശയേകുന്ന സ്നേഹത്തിന്റെ ആശ്രയമാണ്. ഏഴ് നിറങ്ങളുടെ വൃത്തം ദൈവാനുഗ്രഹത്തിന്റെയും ദൈവത്തിന്റെയും വിശ്വസ്തതയുടെയും പ്രതീകം. ഏഴ് നിറങ്ങൾ, ഏഴ് കൂദാശകൾ. കൂദാശകളിലൂടെ നമ്മെല്ലാവരും പ്രത്യാശയുടെ ഉറവിടമായി ഈശോയെ അനുഭവിച്ചറിയണം.